കൊച്ചി മെട്രോ പില്ലറിൽ ഒരാഴ്ചയായി കുടുങ്ങിക്കിടക്കുന്ന പൂച്ചയെ രക്ഷിക്കാൻ ശ്രമം. JNL സ്റ്റേഡിയം മെട്രോ സ്റ്റേഷന് സമീപത്തെ പില്ലറിലാണ് പൂച്ച കുടുങ്ങിയത്. അനിമൽ റെസ്ക്യൂ കൊച്ചി സംഘടനയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ആദിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ ഏത് ജീവനും പ്രധാനമാണ്. പൂച്ച അവിടെ കുടുങ്ങിക്കിടന്നിട്ട് എത്ര ദിവസമായി? എങ്ങനെയാണ് ഇപ്പോൾ അതിനെ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നത്? ഒരാഴ്ചയായി ജവഹർലാൽ നെഹ്റു മെട്രോ സ്റ്റേഷന്റെ 56-ാം അതിന് സമീപത്തുള്ള 56-ാമത്തെ പില്ലർ, അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ രാത്രി വരെ പൂച്ച ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ പൂച്ചയെ കാണുന്നില്ല. ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് രക്ഷിക്കാനുള്ള ശ്രമമുണ്ട്. അനിമൽ റെസ്ക്യൂ കൊച്ചി എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ഇത് എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നാണ്. ട്രൈ ചെയ്യാൻ എന്തായാലും അതിനുള്ള സംവിധാനം എല്ലാം അനിമൽ റെസ്ക്യൂ കൊച്ചി ഭാഗമായിട്ടാണ് ഒരാഴ്ചയായി കിടക്കുന്നത്. നമ്മൾക്ക് ഇൻഫോർമേഷൻ കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നത്. ക്രെയിനിൽ ഉപയോഗിച്ച് അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവർ ഇവിടെ ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പൊക്കി തുടങ്ങുകയാണ്. ക്രെയിൻ പൊക്കുന്നു. 56-ാമത്തെ പില്ലറിന് മുകളിലാണ് പൂച്ച കുടുങ്ങിയത്. പൂച്ച കുടുങ്ങിയത് എങ്ങനെ എന്നുള്ളത് വ്യക്തമല്ല. ഒരാഴ്ചയായി പൂച്ച ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ അടുത്തുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരും മറ്റും പറയുന്നത്. മുകളിലേക്ക് പോകുന്നു, പില്ലറിന് മുകളിലേക്ക് പോവുകയാണ്. ഒരാഴ്ചയായി പൂച്ച ഇവിടെ ഉണ്ട് എന്നത് ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നുണ്ട്. അവരാണ് ഈ പൂച്ചയെ കാണുന്നതും പിന്നീട് മെട്രോ ജീവനക്കാരെ അറിയിക്കുകയും ചെയ്യുന്നത്. പൂച്ചയെ രക്ഷിക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. പക്ഷേ മെട്രോ ജീവനക്കാർ നടത്തിയ ശ്രമങ്ങളൊന്നും വിജയിച്ചിരുന്നില്ല. ചേട്ടാ, എന്താ അവസ്ഥ? എന്ന് മുതലാ കണ്ടു തുടങ്ങി? ഒരു 6-7 ദിവസങ്ങളായിട്ടുണ്ടാവും കണ്ടു തുടങ്ങി. നിങ്ങളെ മെട്രോ കണ്ടു, പിന്നെ നിങ്ങളും കണ്ടു, ഓടി നടക്കുന്നത് കാണുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ കാണുന്നില്ല. അത് മിക്കവാറും അത് ക്ഷീണിച്ച് കിടക്കാൻ സാധ്യതയുണ്ട്. മിക്കവാറും അത് ക്ഷീണിച്ച് കിടക്കുവാനായിട്ടുള്ള സാധ്യതയുള്ളത്. ഭക്ഷണമുണ്ട്. ഭക്ഷണം മെട്രോ കൊടുക്കുന്നുണ്ട്. മെട്രോ വെള്ളവും കൊടുക്കുന്നുണ്ട്, ഭക്ഷണവും. അത് ഇന്ന് പോലല്ല, കണ്ട സമയം മുതൽ. നിങ്ങളിത് എല്ലാവരും അറിയിച്ചോ? മിക്കവാറും ഫയർഫോഴ്സ് അതിന് ഞങ്ങൾ അറിയിക്കുന്ന മുമ്പ് അവർ വന്നു. പക്ഷേ ഇന്നലെ വിളിച്ചിരുന്നു ഫയർഫോഴ്സ്. അപ്പോൾ ഫയർഫോഴ്സ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയും ചെയ്തെന്നാണ് പറഞ്ഞത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഒരു വശത്തെ ഈ മെട്രോ പില്ലറിൽ നിന്നും താഴേക്ക് ഇറങ്ങാൻ ഒരു വല ഇട്ട് കൊടുത്തിട്ടുണ്ട് മെട്രോ ജീവനക്കാർ. പക്ഷേ പൂച്ച താഴേക്ക് ഇറങ്ങിയില്ല. നമുക്ക് ഇവിടെ ഒരു മെട്രോയിലെ ഒരു ജീവനക്കാരനുണ്ട്. നിങ്ങൾ ഭക്ഷണമൊക്കെ കൊടുക്കുന്നു? ഭക്ഷണം പിന്നെ ഇവിടെ നോക്കുമ്പോൾ ചില ഭക്ഷണം മുകളിൽ ഇറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ വന്ന് ഇന്നലെ ഞാൻ കണ്ടിരുന്നു. ഈ സൈഡിൽ ഒരു വ്യൂ കണ്ടായിരുന്നു. അപ്പൊ ഇറങ്ങുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ ഈ നെറ്റൊക്കെ അതിന് മുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നേരത്തെ ഞാനിവിടെ പന്നേക്കുമ്പോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇത് ഇറങ്ങട്ടെ. പക്ഷെ ആ നെറ്റിലൂടെ ഇറങ്ങണില്ല. എനിക്ക് തോന്നുന്നു പൂച്ച താഴേക്ക് ഇറങ്ങൂല, മുകളിലൊക്കെ കയറുള്ളൂ തോന്നുന്നു. അത് ഗ്രിപ്പിൽ പിടിച്ച് കയറാലോ മുകളിലേക്ക്, അതങ്ങനെ തോന്നണം. പക്ഷെ ഇത് ഇറങ്ങിയില്ല. ഇന്നലെ ഇവിടെ ഒരു വ്യൂ കണ്ടിരുന്നു 2 പ്രാവശ്യം, ഇറങ്ങിയില്ല അത്. ഏതായാലും പൂച്ച ഇങ്ങനെ നടക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നു? നടക്കുന്ന ഇപ്പൊ ഓപ്പറേഷൻ ഓഫീസിന്റെ 4th ഫ്ലോറിൽ പോയിട്ട് നോക്കുമ്പോ കാണാറുണ്ട്, ഇങ്ങനെ കാണാറുണ്ട്. ഇന്നും രാവിലെ മുതൽ കാണുന്നില്ല. ഇന്ന് കാണുന്നില്ല. ഇവര് സുഭാഷ് എന്ന ഈ പൂച്ചയ്ക്ക് പേരൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. ഇവർ ഇറങ്ങി വരാനൊക്കെ വിളിച്ചു, പക്ഷേ ഇറങ്ങി വരുന്നില്ല. ഇവിടെ വാഹനമൊക്കെ നിർത്തിയിടുന്ന ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെ ദൃശ്യങ്ങൾ കാണാം. 56-ാം നമ്പർ പില്ലറിലാണ് ഇതിങ്ങനെ പൂച്ച കുടുങ്ങിയത്. പൂച്ചയെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. 56-ാം നമ്പർ പില്ലറിൽ ഒരാഴ്ചയായി പൂച്ച കുടുങ്ങി കിടക്കുന്നു. പക്ഷേ പൂച്ചയെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നതുകൊണ്ട് പൂച്ചയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഇവിടെയുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ പറയുന്നത്. ഇപ്പോൾ അനിമൽ റെസ്ക്യൂ കൊച്ചി എന്ന സംഘടനയുടെ ഭാഗമായവർ അറിഞ്ഞപ്പോൾ തന്നെ ഒരു ക്രെയിൻ കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞാൽ സ്മൃതി, നേരത്തെ തന്നെ ഫയർഫോഴ്സ് ഇത് ചെയ്യേണ്ടതായിരുന്നു. ഒരാഴ്ച ഒരു ജീവൻ മുകളിൽ ഇങ്ങനെ താഴെ വീഴുമോ, എന്ത് സംഭവിക്കുമെന്നറിയാതെ മുകളിൽ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ നേരത്തെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോഴെങ്കിലും ഒരു സംഘടനയുടെ നേതൃത്വത്തിലുള്ള സംവിധാനം ഇവിടെ വന്നിരിക്കുന്നു. തിരക്കേറിയ റോഡാണ്, നമുക്കറിയാമല്ലോ. അതിൽ ഇതെങ്ങനെ പൂച്ച മുകളിലെത്തി എന്നൊരു ചോദ്യം കൂടി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതാണ് എല്ലാവർക്കും 100% അതാണ് ശരിക്കും ആർക്കും പിടികിട്ടാത്ത. ഈ പൂച്ച ഇതിന്റെ മുകളിൽ എങ്ങനെ വന്നു? ആ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുത്ത ഈ പൂച്ച ഇതിന്റെ മുകളിൽ വരാനുള്ള സാഹചര്യം എന്താണ് എന്ന ചോദ്യത്തിന് ഇതുവരെ ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല എന്നതാണ്. ഇവിടെ നിൽക്കുന്നവർക്കും അറിയില്ല ഇതെങ്ങനെയാണ് മുകളിൽ വന്നത് എന്ന്.
പക്ഷേ ഈ ഒരാഴ്ചയായി പൂച്ചയെ കാണുന്നുണ്ട് ആളുകൾ. പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്, ഇറങ്ങാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അവസ്ഥ കയറാണ്. ഇവിടുന്ന് മുകളിലേക്ക് പിടിച്ചാൽ അത് കിട്ടുമോ? കിട്ടും. അതിനുള്ള ഉയരം ഇത് ഉണ്ട്, അതിനുള്ള കപ്പാസിറ്റി എല്ലാം ഉണ്ട്. ഈ ഉടൻ തന്നെ ക്രെയിൻ ഉയർത്തും എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ തന്നെ ഉയർത്താനുള്ള നടപടികൾ തുടങ്ങുന്നു. അല്പം ഉയർത്തി, ആദ്യ സമയത്തൊരു പരീക്ഷണാർത്ഥം ഉയർത്തിയിരുന്നു, പക്ഷേ തിരക്കാണ്, നല്ല തിരക്കാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ എന്താ ഒരു മിനിറ്റ് ഏതായാലും ഈ അനിമൽ റെസ്ക്യൂ കൊച്ചി എന്ന സംഘടനയുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങുകയാണ്. അതാ ഇവിടെ ആളുകളുണ്ട്, ഇവിടെ കാണാനായി ആളുകളുണ്ട്. ചേട്ടാ ഇവിടുത്തുകാരനാണോ? ഇത് കാണാൻ വന്നതാണ്? അതെ. പൂച്ച നിൽക്കുന്ന മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, വീഡിയോ ഇത് ഇതിനോടകം തന്നെ പ്രചരിച്ചു കഴിഞ്ഞു. അത് കണ്ടപ്പോ നിൽക്കുക. അതെ.